ഹേ ക്യാപ്പച്ചിനോയിൽ മാത്രമല്ല നമുക്ക് ദോശമാവിലും ലവ് ചിഹ്നം ഉണ്ടാക്കാം. ഇതാ ബാ കാണിച്ചത്. വെയിറ്റ് അതല്ല ഇന്നത്തെ ടോപ്പിക്ക്, അതൊക്കെ കാണാം. ഗോഡ്സ് ഹിയർ ആൻഡ് വെൽക്കം. ഇന്നലെ രാത്രി ഞാൻ ഇഡ്ലിക്ക് മാവരച്ച് വെക്കുന്നത് 9:30 മണിക്കാണ്. സാമ്പാർ ഇപ്പൊ തിളപ്പിച്ച് ഓഫ് ചെയ്തിട്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചു. 1 കപ്പ് പാലേ ഉള്ളൂ കേട്ടോ, അധികം പാലൊന്നുമില്ല. സോ പാലും കൂടെ തിളപ്പിച്ച് നമ്മൾ ഇതിനെ അടുപ്പിച്ചങ്ങോട്ട് ചേർത്ത് വെക്കുന്നു. ഈ 3 പാത്രം കൂടെ അത്യാവശ്യം നമുക്ക് കട്ടിയുള്ള കുറച്ച് തുണി വിരിക്കുവാണെങ്കിൽ, പുതപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ അതുപോലെ ഇരിക്കും. നല്ലോണം അടുപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പുതച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ബോമായിട്ടിരിക്കുന്ന ജനാലുടെ അടുത്തേക്കൊന്നും വെക്കാണ്ട് കുറച്ചൊന്ന് ബോമായിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ വീട്ടിൽ സെലക്ട് ചെയ്ത് ആ സ്ഥലത്തോട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിക്കാം. ഇപ്പോൾ സമയം 10:30. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെൽക്കം ടു ബാംഗ്ലൂരു വിത്ത് ഫോക്കാസ്റ്റ് ഓഫ് കാരാഗൃഹമാണ്. ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്. കമ്പാരിറ്റീവ്ലി ഈ ഒരു ഏരിയ കുറച്ചും കൂടി തണുപ്പ് കൂടുതലാണ്. കാരണം നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇത് കണ്ടോ, കുറച്ചും കൂടി ഇങ്ങനെ ചുറ്റും ഇങ്ങോട്ട് നിറച്ച് വീടുകളായിട്ടില്ല. ഇവിടെ മുതൽ അങ്ങോട്ട് മെയിൻ റോഡ് ആയിരിക്കും നീട്ടി അങ്ങോട്ട് കാണാം. നല്ല ഭംഗിയില്ലേ? യെസ്, ഇരുവശത്തു നിന്നും നല്ല തണുത്ത കാറ്റ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6:10. സോറി ഇറ്റ് ഇസ് 6:11. അപ്പോൾ ഇത്രയും തണുപ്പടിക്കുന്ന ഒരു സ്ഥലമായിട്ടും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ അങ്ങോട്ട് മുക്കി കൊടുത്തപ്പോഴാണ് ഇത് താഴ്ന്ന് ഇങ്ങനെ ഈ ലവ് ചിഹ്നം ഇങ്ങനെ ഇത്രയും നേരമായിട്ടും തെളിഞ്ഞു നിൽക്കുന്നത്. പിന്നെ റെസിപ്പി ശരിയല്ലാത്ത കാരണം കൊണ്ട് ബാറ്റർ പൊങ്ങിയില്ല എങ്കിൽ ആ കയ്യിലങ്ങോട്ട് സ്വയം ടൈറ്റാനിക്ക് മുങ്ങിപ്പോയ ലെവലിൽ അങ്ങോട്ട് താന്നങ്ങോട്ട് പോകും. എന്നിട്ട് ലവ് ചിഹ്നം വന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടാരും വന്നേക്കരുത്. അപ്പോൾ 6:30 അല്ലെങ്കിൽ 7 മണിക്ക് കുതിർത്തി അരി ഇട്ടാലും മതി. അപ്പോൾ തണുത്ത വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട. തണുപ്പ് കുറയുന്നത് പോലെ ഒരു ചെറുതായി ചൂടാക്കിയിട്ട് വേണേ നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉഴുന്നിലേക്ക് അത് ആവശ്യമില്ല. ഉഴുന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നോളും. ഉഴുന്ന് തണുത്ത വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് കുതിർത്തിയാൽ മതി. അപ്പോൾ ഇഡ്ലിക്കും ദോശക്കൊക്കെ കുതിർത്താൻ അരിയിടാൻ മറന്നുപോയി എന്ന് വിചാരിച്ച് അടുത്ത ദിവസത്തേക്ക് ഇനി പോസ്റ്റ്പോൺ ചെയ്യാൻ വരട്ടെ. വീട്ടമ്മമാരൊന്നും തന്നെ ആരും തന്നെ വിഷമിക്കരുത്. ഈ ഗോഡ്സിയെ ഓർത്തൊന്ന് ധ്യാനിച്ചാൽ മതി. ഞാൻ അപ്പോൾ തന്നെ ദർശനം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി 10 മണിക്ക് അരച്ചാലും നമുക്ക് അങ്ങോട്ട് പൊക്കിയെടുക്കാന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 3 വീഡിയോസ് ഇഡ്ലി ആൻഡ് ദോശ ബാറ്റർ ടിപ്സ് ആൻഡ് റൂൾസ്, അതായത് വേനൽക്കാലത്തും തണുപ്പ് കാലത്തും ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന പോലത്തെ ടിപ്സ് ആൻഡ് റൂൾസ് അവിടെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. താല്പര്യമുള്ളവർക്ക് കാണാം. ദിസ് ഇസ് ഗോഡ്സി സൈനിങ് ഓഫ്. താങ്ക് യു.